ഹായ് ഓൾ വെൽക്കം ടു SCIT സമഗ്ര. ഇന്നത്തെ ടോപ്പിക്ക് 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന ചാപ്റ്ററിൻ്റെ തേർഡ് പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്, തേർഡ് പോർഷനാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് വിഘടനവാദ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് ചില പ്രദേശങ്ങൾ വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രങ്ങൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനങ്ങളാണ് വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ നിന്ന് ചില പ്രദേശങ്ങൾ വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രങ്ങൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനങ്ങൾ ഏതാണ്? വിഘടനവാദ പ്രസ്ഥാനങ്ങളാണ്. ഈ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം, മീസോ നാഷണൽ ഫ്രണ്ട്, നാഗ നാഷണൽ കൗൺസിൽ. ഇതൊക്കെ ഖാലിസ്ഥാൻ പ്രസ്ഥാനം, മീസോ നാഷണൽ ഫ്രണ്ട്, നാഗ നാഷണൽ കൗൺസിലൊക്കെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണമാണ്. വിഘടനവാദ പ്രസ്ഥാനങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് പഞ്ചാബ്, ജമ്മു കാശ്മീർ, മിസോറാം, നാഗാലാൻഡ്. ഏതൊക്കെയാണ് വിഘടനവാദ പ്രസ്ഥാനങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ? പഞ്ചാബ്, ജമ്മു കാശ്മീർ, മിസോറാം, നാഗാലാൻഡ്. പഞ്ചാബിലുണ്ട്, ജമ്മു കാശ്മീരിലും നാഗാലാൻഡിലും മിസോറാമിലൊക്കെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തെ കുറിച്ചാണ്. സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം മുൻനിർത്തി പഞ്ചാബിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം. സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം മുൻനിർത്തി പഞ്ചാബിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം. ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ്? അത് സിഖ് ജനവിഭാഗത്തിലെ തീവ്ര വിഭാഗക്കാരാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പ്രത്യേക രാഷ്ട്രം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനായിട്ട് സായുധ മാർഗമായിരുന്നു ഖാലിസ്ഥാൻ പ്രസ്ഥാനം സ്വീകരിച്ചത്. അവരുടെ പ്രത്യേകത എന്താണ്? അവർ സായുധ മാർഗമായിരുന്നു സ്വീകരിച്ചത്. പ്രത്യേക രാഷ്ട്രം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനായിട്ട് സായുധ മാർഗമാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം സ്വീകരിച്ചത്. കലാപകാരികൾ അവരുടെ കേന്ദ്രമാക്കി മാറ്റിയത് പ്രമുഖ സിഖ് ആരാധനാലയമായ അമൃത്സറിലെ സുവർണക്ഷേത്രമാണ്. പ്രമുഖ സിഖ് ആരാധനാലയമായ അമൃത്സറിലെ സുവർണക്ഷേത്രമാണ് കലാപകാരികൾ അവരുടെ കേന്ദ്രമാക്കി മാറ്റിയത്. സുവർണക്ഷേത്രത്തിൽ കടന്നു കയറിയ തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ അമർച്ച ചെയ്ത സൈനിക ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കേട്ടോ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ വർഷമാണ് 1984. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ വർഷം. കലാപകാരികൾ അവരുടെ കേന്ദ്രമാക്കി മാറ്റിയത് എവിടെയാണ്? പ്രമുഖ സിഖ് ആരാധനാലയമായ അമൃത്സറിലെ സുവർണക്ഷേത്രമാണ്. സുവർണക്ഷേത്രത്തിൽ കടന്നു കയറിയ തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ അമർച്ച ചെയ്ത സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 1984 സൈനിക നടപടിയെ തുടർന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്റെ 2 സിഖ് അംഗരക്ഷകരാലും വധിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. സിഖ് വിരുദ്ധ കലാപത്തിൽ നിരപരാധികളായ നിരവധി സിഖുകാർ കൊല്ലപ്പെട്ടു. സിഖ് കലാപത്തെ തുടർന്ന് പഞ്ചാബ് കരാർ ഒപ്പുവെച്ചത് 1985. 1985 പഞ്ചാബ് കരാർ ഒപ്പുവെച്ചതിനെ തുടർന്നാണ് സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടായി. തുടർന്നുണ്ടായ കാര്യക്ഷമമായ ജനാധിപത്യ നടപടിക്രമങ്ങളിലൂടെ പഞ്ചാബിൽ വിഘടനവാദം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുവാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനും സാധിച്ചു. പഞ്ചാബ് കരാർ ഒപ്പുവെച്ചവർ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സിഖ് നേതാവ് ഹർചന്ദ് സിംഗ് ലോങ്കോവാളും. സിഖ് നേതാവ് ഹർചന്ദ് സിംഗ് ലോങ്കോവാളും പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഒപ്പുവെച്ചത്, പഞ്ചാബ് കരാറിൽ ഒപ്പുവെച്ചത്. അപ്പോൾ ഖാലിസ്ഥാൻ പ്രസ്ഥാനം ഓക്കെ ആണോ? ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സിഖ് ജനവിഭാഗത്തിലെ തീവ്ര വിഭാഗക്കാരാണ്. അവരുടെ കലാപകാരികൾ അവരുടെ കേന്ദ്രമാക്കി മാറ്റിയത് ഏത് പ്ലേസാണ്? പ്രമുഖ സിഖ് ആരാധനാലയമായ അമൃത്സറിലെ സുവർണക്ഷേത്രമാണ്. സുവർണക്ഷേത്രത്തിൽ കടന്നു കയറിയ തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ അമർച്ച ചെയ്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ വർഷമാണ് 1984. സിഖ് കലാപത്തെ തുടർന്ന് പഞ്ചാബ് കരാർ ഒപ്പുവെച്ച വർഷത 1985 പഞ്ചാബ് കരാർ ഒപ്പുവെച്ചത്. അതിൽ ഒപ്പുവെച്ചവർ ആരൊക്കെയായിരുന്നു? പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സിഖ് നേതാവ് ഹർചന്ദ് സിംഗ് ലോങ്കോവാളയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 പ്രകാരം പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിരുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഭരണഘടനയുടെ അനുച്ഛേദം 370 പ്രകാരം പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിരുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ
പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താ? ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വിഭജിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കുകയോ പാകിസ്ഥാനിൽ ചേർക്കുകയോ ചെയ്യുക എന്നതാണ്. ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനത്തിൻ്റെ മെയിൻ ലക്ഷ്യം ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വിഭജിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കുകയോ പാകിസ്ഥാനിൽ ചേർക്കുകയോ ചെയ്യുക എന്നതാണ്. ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ നടത്തിയ സായുധ ആക്രമണങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വലിയ ഭീഷണി ഉയർത്തുകയുണ്ടായി. സമാധാന ചർച്ചകളിലൂടെ പ്രത്യേക സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുകയുണ്ടായി. ജമ്മു കാശ്മീരിന് അനുവദിച്ച അനുച്ഛേദം 370 പ്രകാരമുള്ള പ്രത്യേക അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും ജമ്മു കാശ്മീരിൽ പുനഃസംഘടനാ നിയമം പാസാക്കുകയും ചെയ്തത് ഏത് വർഷം? 2019. ജമ്മു കാശ്മീരിന് അനുവദിച്ച അനുച്ഛേദം 370 പ്രകാരമുള്ള പ്രത്യേക അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും ജമ്മു കാശ്മീരിലെ പുനഃസംഘടനാ നിയമം പാസാക്കുകയും ചെയ്തത് 2019. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമപ്രകാരം ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളയുകയും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളയുകയും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. 2024 ജമ്മു കാശ്മീരിൽ നിയമസഭയിലേക്ക് സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയെ മുഖ്യമന്ത്രിയായിട്ട് സർക്കാർ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയെ മുഖ്യമന്ത്രിയായിട്ട് സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമായിരുന്നു ജമ്മു കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിരുന്നത്? ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ 370 പ്രകാരമാണ് പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിരുന്നത്. ഇനി ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനത്തിൻ്റെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വിഭജിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കുകയോ പാകിസ്ഥാനിൽ ചേർക്കുകയോ ചെയ്യുക എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീരിന് അനുവദിച്ച ആർട്ടിക്കിൾ 370 പ്രകാരമുള്ള പ്രത്യേക അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും ജമ്മു കാശ്മീരിന് പുനഃസംഘടനാ നിയമം പാസാക്കുകയും ചെയ്ത വർഷം ഏതാ? അത് 2019. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമപ്രകാരം ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളയുകയും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശമായിട്ട് പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ഓക്കെ നെക്സ്റ്റ് വടക്ക് കിഴക്കൻ വിഘടനവാദ പ്രസ്ഥാനങ്ങളാണ്. വടക്ക് കിഴക്കൻ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ നോക്കാം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ എന്നതുപോലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ചില വിഘടനവാദ പ്രസ്ഥാനങ്ങളാണ് മീസോ നാഷണൽ ഫ്രണ്ട്, നാഗ നാഷണൽ കൗൺസിൽ. മീസോ നാഷണൽ ഫ്രണ്ടും നാഗ നാഷണൽ കൗൺസിലും. ഇതിൻ്റെ ജസ്റ്റ് നോക്കാം. മീസോ നാഷണൽ ഫ്രണ്ടിൻ്റെ നേതാവാണ് ലാൽ ഡെങ്കെ. മീസോ നാഷണൽ ഫ്രണ്ടിൻ്റെ നേതാവാണ് ലാൽ ഡെങ്കെയാണ്. നാഗ നാഷണൽ കൗൺസിലിൻ്റെ നേതാവാണ് അങ്കാമി സഫോഫീസോ. നാഗ നാഷണൽ കൗൺസിലിൻ്റെ നേതാവാണ് അങ്കാമി സഫോഫീസോയാണ്. ലാൽ ഡെങ്കെ എവിടുത്തെ നേതാവാണ്? മീസോ നാഷണൽ ഫ്രണ്ടിൻ്റെ നേതാവാണ് ലാൽ ഡെങ്കെ. അങ്കാമി സഫോഫീസോ എന്നത് നാഗ നാഷണൽ കൗൺസിലിൻ്റെ നേതാവാണ്. മീസോ നാഷണൽ ഫ്രണ്ടിൻ്റെ ആവശ്യം മീസോ ഗോത്രവർഗ്ഗക്കാർക്കായിട്ട് പ്രത്യേക രാജ്യം വേണമെന്നാണ് മീസോ നാഷണൽ ഫ്രണ്ടിൻ്റെ ആവശ്യം. ഇനി നാഷണൽ കൗൺസിലിൻ്റെ ആവശ്യം എന്താ? നാഗ പ്രദേശങ്ങളുടെ ഏകീകരണം, സ്വയംഭരണം, ഗോത്ര സംസ്കാര സംരക്ഷണം. നാഗ പ്രദേശങ്ങളുടെ ഏകീകരണം, സ്വയംഭരണം, ഗോത്ര സംസ്കാര സംരക്ഷണം. ഇതിനുള്ള പരിഹാരമാണ് മീസോ നാഷണൽ ഫ്രണ്ടിൻ്റെ ആവശ്യമായിരുന്നു മീസോ ഗോത്രവർഗ്ഗക്കാർക്കായിട്ട് പ്രത്യേക രാജ്യം. അപ്പോൾ അതിന് പരിഹാരം 1986 സമാധാന കരാർ അനുസരിച്ച് മിസോറാമിന് പ്രത്യേക അധികാരങ്ങളോടെ സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകാൻ തീരുമാനിച്ചു. 1986 സമാധാന കരാർ അനുസരിച്ച് മിസോറാമിന് പ്രത്യേക അധികാരങ്ങളോടെ സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകാൻ തീരുമാനിച്ചു മീസോ നാഷണൽ ഫ്രണ്ട്. ഈ നാഗ നാഷണൽ കൗൺസിലിൻ്റെ ആവശ്യം എന്തായിരുന്നു? നാഗ പ്രദേശങ്ങളുടെ ഏകീകരണം, സ്വയംഭരണം, ഗോത്ര സംസ്കാര സംരക്ഷണം. ഇതിനുള്ള പരിഹാരം 2015 നാഗ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. 2015 നാഗ സമാധാന കരാറിൽ ഒപ്പുവെച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റു ചില വെല്ലുവിളികൾ.
ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റ് ചില വെല്ലുവിളികൾ നോക്കാം. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അസ്ഥിരപ്പെടുത്തുന്ന പ്രധാന വെല്ലുവിളികളാണ് വർഗീയത, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ, അഴിമതി, രാഷ്ട്രീയത്തിലെ ക്രിമിനലിസം, കൂറുമാറ്റം തുടങ്ങിയ പ്രവണതകൾ. ഇവ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെയും രാഷ്ട്ര പുരോഗതിയെയും സാമ്പത്തിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഈ പ്രവണതകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയെ അസ്ഥിരപ്പെടുത്തുന്ന പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? വർഗീയത, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ, അഴിമതി, രാഷ്ട്രീയത്തിലെ ക്രിമിനലിസം, കൂറുമാറ്റം, ഇതൊക്കെയാണ്. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് വർഗീയത, കമ്മ്യൂണലിസം. മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സാമൂഹിക സംഘർഷം സൃഷ്ടിക്കുന്ന ആശയമാണ് വർഗീയത. മത അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സാമൂഹിക സംഘർഷം സൃഷ്ടിക്കുന്ന ആശയമാണ് വർഗീയത. കൊളോണിയൽ ഭരണകാലത്ത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്നതിനും വർഗീയത വളർത്തുന്നതിനും കാരണമായി. കൊളോണിയൽ ഭരണകാലത്ത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം മതാടിസ്ഥാനത്തിൽ ജനതയെ ഭിന്നിപ്പിക്കുന്നതിനും വർഗീയത വളർത്തുന്നതിനും കാരണമായി. ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ കലാപങ്ങളും ജനതയെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നതിനും വർഗീയ ചിന്ത വളർത്തുന്നതിനും വഴിവെച്ചു. വർഗീയ ചേരിതിരിവ് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വം, സാമൂഹിക നീതി എന്നിവയെ ദുർബലപ്പെടുത്തുകയും രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. മതത്തിന്റെ വർഗീയ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ജനാഭിപ്രായം സ്വരൂപിക്കപ്പെടുന്നതും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതായി ഉപയോഗിക്കുന്നതും ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ജനജാഗ്രത സൃഷ്ടിക്കുന്നതിലൂടെ, ബോധവൽക്കരണത്തിലൂടെയും ശരിയായ ജനാധിപത്യ വിദ്യാഭ്യാസത്തിലൂടെയും മാത്രമേ വർഗീയതയെ ചെറുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ. ടെൻഷൻസ് ഇൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളികളാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ. ഭരണഘടന അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും കൂടുതൽ അധികാരം ആർക്കായിരിക്കും? അത് കേന്ദ്രത്തിൽ നിക്ഷിപ്തമാണ്. ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മേൽ ഒക്കെ ഭരണഘടന ഉറപ്പാക്കുകയും ചെയ്യുന്നു. ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ മേൽക്കൈ ഭരണഘടന ഉറപ്പാക്കുകയും ചെയ്യുന്നു. സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ സ്വതന്ത്രമായി വിനിയോഗിക്കാനുള്ള അവകാശം ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ സ്വതന്ത്രമായി വിനിയോഗിക്കാനുള്ള അവകാശം ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പ്രധാനമായിട്ടും കലുഷിതമാക്കുന്ന നീക്കങ്ങളാണ് മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ നേരിട്ടും ഗവർണർമാർ മുഖേനയും സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന വഴി നൽകിയിരിക്കുന്ന അവകാശങ്ങളിൽ ഇടപെടുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പ്രധാനമായും കലുഷിതമാക്കുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ നേരിട്ടും ഗവർണർമാർ മുഖേനയും സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന വഴി നൽകിയിരിക്കുന്ന അവകാശത്തിൽ ഇടപെടുന്നത്. രണ്ടാമത്തെ പോയിന്റാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും വിഭവങ്ങളുടെ വിതരണത്തിലും രാഷ്ട്രീയം കലരുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയും വിഭവങ്ങളിലൂടെയും വിതരണത്തിൽ രാഷ്ട്രീയം കലരുന്നത്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുണ്ടാകുന്ന നിയമപരമായ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിന് അധികാരമുള്ളത് ജുഡീഷ്യറിക്കാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലുണ്ടാകുന്ന നിയമപരമായ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് എന്നതിന് അധികാരമുള്ളത് ജുഡീഷ്യറിക്കാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഉലച്ചിലുകൾ ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ പ്രതിസന്ധികൾ ഫെഡറലിസത്തിന്റെ അന്തസ്സത്തയെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. ഓക്കെ, അപ്പോൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുണ്ടാകുന്ന നിയമപരമായ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിന് അധികാരമുള്ളത് ആർക്കാണ്? അത് ജുഡീഷ്യറിക്കാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. ഭരണഘടന വാസ്തവത്തിൽ ഒരു ചട്ടക്കൂട് അഥവാ അസ്ഥിപഞ്ജരം മാത്രമാണ്. അതിന് മാംസവും രക്തവും പ്രദാനം ചെയ്യുന്നത് യഥാർത്ഥ രാഷ്ട്രീയ പ്രക്രിയകളാണ്.
ഇന്ത്യൻ ഫെഡറലിസത്തെ ഒരു വലിയ പരിധി വരെ സ്വാധീനിച്ചിട്ടുള്ളത് മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകളാണ്. ഭരണഘടന നിലവിൽ വന്ന നാൾ മുതൽ തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ഗവർണർമാരുടെ പങ്ക് വളരെ നിർണായകമാണ്. റോൾ ഓഫ് ഗവർണറുടെ പങ്ക് നോക്കാം. ഗവർണർമാരുടെ പങ്ക് എല്ലാ കാലത്തും സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ഒരു വിവാദ വിഷയമാണ്. ഗവർണർ എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥാനമല്ല. ഗവർണറായി പൊതുവെ നിയമിക്കപ്പെടാറുള്ളത് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ. ഗവർണർമാരായിട്ട് പൊതുവെ നിയോഗിക്കപ്പെടുന്നവരാരൊക്കെയാണ്? വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാരാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ശുപാർശ പ്രകാരം ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി ഗവർണറെ നിയമിക്കുന്നത്. ഗവർണറെ നിയമിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സ്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സാഹചര്യങ്ങളിൽ ഗവർണർമാരുടെ പങ്ക് കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇക്കാരണത്താൽ ഗവർണർമാരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലുമായിട്ട് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നു. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സാഹചര്യങ്ങളിൽ ഗവർണർമാരുടെ പങ്ക് കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇക്കാരണത്താൽ ഗവർണർമാരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലായിട്ട് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നു. ഗവർണർമാരുടെ പങ്കും അധികാരങ്ങളും വിവാദമാകാൻ കാരണമായ ഭരണഘടനയിലെ വകുപ്പ് ഏത് വകുപ്പാണ്? വകുപ്പ് 356 വകുപ്പ് 356 വകുപ്പാണ്. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താമെന്ന് 356 വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു. ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ആ സംസ്ഥാനത്തെ ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 356 വകുപ്പ് ഭരണഘടനാ പ്രകാരം ഉപയോഗിക്കാൻ നിഷ്കർഷിക്കുന്ന സാഹചര്യമാണ് ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായ ഭരണം നടത്തിക്കൊണ്ടുപോകുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെടുമ്പോഴാണ്. 356 വകുപ്പ് ഭരണഘടനാ പ്രകാരം ഉപയോഗിക്കാൻ നിഷ്കർഷിക്കുന്ന സാഹചര്യം എന്താണ്? ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് ഭരണം നടത്തിക്കൊണ്ടുപോകുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെടുമ്പോഴാണ്. ഗവർണർമാരുടെ ഈ അധികാരം അനേകം സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള സംസ്ഥാന ഗവൺമെന്റുകൾ പോലും രാഷ്ട്രപതി പിരിച്ചുവിട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1959 കേരള ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് ഇതിന് ഉദാഹരണമാണ്. 1959 കേരള ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്. നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള സംസ്ഥാന ഗവൺമെന്റുകളെ പോലും രാഷ്ട്രപതി പിരിച്ചുവിട്ട സന്ദർഭങ്ങൾ. അതിന് ഉദാഹരണമാണ് 1959 കേരള ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്. നെക്സ്റ്റ് ആണ് ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും നോക്കാം. അതിനു മുൻപ് ഒരു വകുപ്പാണ് 356 വകുപ്പ്. സംസ്ഥാനങ്ങളിൽ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിടുവാനോ സംസ്ഥാന ഭരണം ഏറ്റെടുക്കാനോ അനുച്ഛേദം 356 രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. ഗവർണർ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി ഈ വകുപ്പ് പ്രയോഗിച്ചത് 1951 പഞ്ചാബ് സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ടായിരുന്നു. 1967 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ 356 വകുപ്പ് അപൂർവമായി മാത്രമേ പ്രയോഗിച്ചിരുന്നുള്ളൂ. എന്നാൽ 1967 ശേഷം ഇത് വ്യാപകമായിട്ട് പ്രയോഗിക്കപ്പെട്ടു. അപ്പോൾ വകുപ്പ് 356 സംസ്ഥാനങ്ങളിലെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിടാനോ സംസ്ഥാന ഭരണം ഏറ്റെടുക്കുവാനോ ഉള്ള രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന വകുപ്പാണ് വകുപ്പ് 356. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളാണ്. കേന്ദ്രത്തിൽ എന്നതുപോലെ സംസ്ഥാനങ്ങളിലും പാർലമെന്ററി വ്യവസ്ഥയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ്, അതായത് നോമിനൽ ലീഡറാണ് ഗവർണർ. സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാരാണ്? ഗവർണറാണ്. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയിലാണ്.
ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമായിരിക്കണം. ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമായിരിക്കണം. ഗവർണർമാരുടെ കടമ നോക്കാം. സംസ്ഥാനത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ സുഗമവും ഭരണഘടനയുടെ അന്തസത്തക്ക് യോജിക്കും വിധവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക. എന്താണ് ഗവർണറുടെ കടമ? സംസ്ഥാനത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ സുഗമമാക്കാനും ഭരണഘടനയുടെ അന്തസത്തക്ക് യോജിക്കും വിധം മുന്നോട്ട് കൊണ്ടുപോകുവാനോ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക. ഗവർണർമാർ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന ആളല്ല, മറിച്ച് അതിൻ്റെ സുഹൃത്തും ദാർശനികനും വഴികാട്ടിയുമാണ്. ഗവർണർമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന അധികാരമുള്ള ആളല്ല, മറിച്ച് അതിൻ്റെ സുഹൃത്തും ദാർശനികയും വഴികാട്ടിയുമാണ്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഗവർണർമാരുടെ ഇടപെടലുകൾ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുകയും ഭരണഘടനയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സർക്കാരിയ കമ്മീഷനെ കുറിച്ച് നോക്കാം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. 1983 നിയമിക്കപ്പെട്ട കമ്മീഷന്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് R.S. സർക്കാരിയ ആയിരുന്നു. 1988 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. കേന്ദ്രത്തിന്റെ അധികാരങ്ങൾ കാലം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതായിട്ട് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഉരസലുകളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ ഭരണഘടനാപരവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് കമ്മീഷൻ കണ്ടെത്തി. സർക്കാരിയ കമ്മീഷന്റെ റിപ്പോർട്ട് പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടുവെങ്കിലും അവ പൂർണ്ണമായിട്ടും നടപ്പിലാക്കിയിട്ടില്ല. സർക്കാരിയ കമ്മീഷന് വർഷത്തിരുന്ന് 1983 നിയമിക്കപ്പെട്ട കമ്മീഷന്റെ ചെയർമാനാണ്. 1983 അതിൻ്റെ ചെയർമാന് R.S. സർക്കാരിയ കേട്ടോ. R.S. സർക്കാരിയാണ്. ഇത് റിപ്പോർട്ട് സമർപ്പിച്ചത് 1988 റിപ്പോർട്ട് സമർപ്പിച്ചത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളുമാണ്. ഗവർണറുടെ പ്രധാന അധികാരങ്ങളും ചുമതലകളും നോക്കാം. നിയമസഭ വിളിച്ചു ചേർക്കുക. നിയമസഭ വിളിച്ചു ചേർക്കുന്നവരാണ് ഗവർണറാണ്. സഭാ സമ്മേളനങ്ങൾ അവസാനിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുക, സഭ പിരിച്ചിടുക. ഗവർണറുടെ പ്രധാന അധികാരങ്ങളും ചുമതലകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിയമസഭ വിളിച്ചു ചേർക്കുകയും സഭാ സമ്മേളനങ്ങൾ അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുകയും സഭ പിരിച്ചുവിടുന്നതും ഗവർണറാണ്. സഭയെ അഭിസംബോധന ചെയ്യുക, സഭ പാസാക്കിയ ബില്ലുകൾ അംഗീകാരം നൽകുക, ഓർഡിനൻസുകൾ പുറപ്പെടുവിപ്പിക്കുക, ബജറ്റും ധനബില്ലും സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ട മുൻകൂർ അനുമതി നൽകുക. ഇതൊക്കെ ഗവർണറുടെ ചുമതലയും അധികാരങ്ങളുമാണ്. ഇനി എക്സിക്യൂട്ടീവ് പവേഴ്സ് നോക്കാം. ഇത് ആദ്യം പറഞ്ഞത് ലെജിസ്ലേറ്റീവ് പവേഴ്സാണ്. നിയമനിർമ്മാണ അധികാരം, ഗവർണറുടെ നിയമനിർമ്മാണ അധികാരങ്ങളാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗവർണറുടെ കാര്യനിർവഹണ അധികാരങ്ങൾ, അതായത് എക്സിക്യൂട്ടീവ് പവേഴ്സ്. സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിർവഹിക്കപ്പെടുന്നത് ഗവർണറുടെ പേരിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിൻ്റെയോ നേതാവിനെ സർക്കാർ രൂപീകരണത്തിനായിട്ട് ക്ഷണിക്കുക. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മറ്റ് മന്ത്രിമാരെ നിയമിക്കുന്നതും ഗവർണറാണ്. അപ്പോൾ ഗവർണറുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ എന്തൊക്കെയാണ്? നിയമസഭ വിളിച്ചു ചേർക്കുക, സഭാ സമ്മേളനങ്ങൾ അവസാനിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുക, സഭ പിരിച്ചുവിടുക, സഭയെ അഭിസംബോധന ചെയ്യുക, സഭ പാസാക്കിയ ബില്ലുകൾക്ക് അധികാരം നൽകുക, ഓർഡിനൻസുകൾ പുറപ്പെടുവിപ്പിക്കുക, ബജറ്റും ധനബില്ലും സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ട മുൻകൂർ അനുമതി നൽകുക. ഇനി എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്തൊക്കെയാണ് ഗവർണറുടെ? അതായത് കാര്യനിർവഹണ അധികാരങ്ങളാണ്. സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിർവഹിക്കുന്നത് ഗവർണറുടെ പേരിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിൻ്റെയോ നേതാവിനെ സർക്കാർ രൂപീകരണത്തിനായിട്ട് ക്ഷണിക്കുക. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നതും ഗവർണറാണ്. അത് ഏത് അധികാരത്തിലാണ് പെടുന്നത്? കാര്യനിർവഹണ അധികാരത്തിലാണ് പെടുന്നത്. ഇനി അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങളെ എന്നിവരെ നിയമിക്കുന്നതും ഗവർണറാണ്. അപ്പോൾ കാര്യനിർവഹണ അധികാരങ്ങളാണ്. സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിർവഹിക്കപ്പെടുന്നത് ഗവർണറുടെ പേരിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിൻ്റെയോ നേതാവിനെ സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിക്കുക.
സംസ്ഥാന മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മറ്റു മന്ത്രിമാരെ നിയമിക്കുക. അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവയെ നിയമിക്കുന്നതും ഗവർണറാണ്. നെക്സ്റ്റ് പറയുന്നത് ജുഡീഷ്യറി പവർ, ഗവർണറുടെ നീതിന്യായ അധികാരങ്ങൾ. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ ഉള്ള കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനോ ശിക്ഷ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നതിനോ ഇളവ് നൽകുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ഉള്ള അധികാരം. നീതിന്യായ അധികാരങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന സർക്കാരിൻ്റെ കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുകയോ ശിക്ഷ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നതിനോ ഇളവ് നൽകുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ഉള്ള അധികാരം ഗവർണറുടെ. അത് ഗവർണറുടെ നീതിന്യായ അധികാരത്തിൽ പെടുന്നതാണ്. നെക്സ്റ്റ് ആണ് വിവേചന അധികാരങ്ങൾ. നിയമസഭയിലേക്ക് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിസഭ രൂപീകരണ വിഷയത്തിൽ ഗവർണർക്ക് വിവേചന അധികാരം പ്രയോഗിക്കാവുന്നതാണ്. സംസ്ഥാന ഭരണകാര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് ഗവർണറുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ ഗവർണർക്ക് താഴെ പറയുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഒന്നുകിൽ ബില്ലിന് അംഗീകാരം നൽകുന്നുവെന്നോ നൽകുന്നില്ല എന്നോ പ്രഖ്യാപിക്കുക. ഭേദഗതിയോടെ നിയമസഭയിലേക്ക് തിരിച്ചയക്കുക. അങ്ങനെ തിരിച്ചയക്കപ്പെടുന്ന ബില്ല് സഭ വീണ്ടും പരിഗണിച്ച് ഭേദഗതിയോടെയോ അല്ലാതെയോ പാസാക്കി ഗവർണർക്ക് സമർപ്പിക്കുന്ന പക്ഷം ഗവർണർ അതിന് അനുമതി നൽകാൻ ബാധ്യസ്ഥനാണ്. വീണ്ടും തിരിച്ചയക്കാൻ കഴിയില്ല, പക്ഷെ അത് അനുമതി നൽകണം. ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായിട്ട് സമർപ്പിക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ ഗവർണർ താഴെ പറയുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഒന്നാമത്തത് ബില്ലിന് അംഗീകാരം നൽകുന്നുവെന്നോ നൽകുന്നില്ല എന്നോ പ്രഖ്യാപിക്കുക. അല്ലെങ്കിൽ രണ്ടാമത്താണ് ഭേദഗതിയോടെ നിയമസഭയിലേക്ക് തിരിച്ചയക്കുക. അങ്ങനെ തിരിച്ചയക്കപ്പെടുന്ന ബില്ല് സഭ വീണ്ടും പരിഗണിച്ച് ഭേദഗതിയോടെയോ അല്ലാതെയോ പാസാക്കി ഗവർണർക്ക് സമർപ്പിക്കുന്ന പക്ഷം ഗവർണർ അതിന് അനുമതി നൽകാൻ ബാധ്യസ്ഥനാണ്. മൂന്നാമത്താണ് ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായിട്ട് സമർപ്പിക്കുക. അപ്പോൾ ഗവർണറുടെ അധികാരങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റത്തെ നിയമനിർമ്മാണ അധികാരങ്ങൾ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പവർ, രണ്ടാമത്തത് കാര്യനിർവഹണ അധികാരങ്ങൾ, മൂന്നാമത്തത് നീതിന്യായ അധികാരങ്ങൾ അല്ലെങ്കിൽ ജുഡീഷ്യൽ പവർ, വിവേചന അധികാരങ്ങൾ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതിയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അഴിമതിയെക്കുറിച്ചാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപ്പോൾ എന്താ പറയുന്നത്? കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതിയെക്കുറിച്ചാണ്. ഏതെങ്കിലും തരത്തിലുള്ള അധികാരമോ സ്ഥാനമാനങ്ങളോ ഉപയോഗപ്പെടുത്തിയും അനധികൃതമായിട്ട് സ്വാധീനം ചെലുത്തിയും നിയമപരമായി ലഭിക്കേണ്ട വേതനത്തിന് പുറമെ പണമോ മറ്റെന്തെങ്കിലും പ്രത്യുപകാരമായോ സ്വീകരിക്കുന്നതാണ് അഴിമതി. അഴിമതിക്ക് ഉദാഹരണമാണ് കൈക്കൂലി, സ്വജനപക്ഷപാതം, അനധികൃത സ്വത്ത് സമ്പാദനം. അഴിമതിക്ക് ഉദാഹരണമാണ് കൈക്കൂലി, സ്വജനപക്ഷപാതം, അനധികൃത സ്വത്ത് സമ്പാദനം. രാജ്യത്തെ സാമ്പത്തിക നിക്ഷേപങ്ങൾ, സാമ്പത്തിക വളർച്ച തുടങ്ങിയവയെയും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെയും അഴിമതി പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. അഴിമതി ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും സൗകര്യങ്ങളെയും ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നു. അഴിമതി സാധാരണ ജനങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിലുണ്ടാകുന്ന വിശ്വാസം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുന്നു. അഴിമതി തടയുന്നതിനുള്ള മാർഗങ്ങളാണ് അഴിമതിക്കെതിരെ ജനജാഗ്രത വളർത്തിയെടുക്കുക, ശക്തമായ നിയമ സംവിധാനം രൂപീകരിക്കുക, അഴിമതി അന്വേഷണ സംവിധാനങ്ങളെ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുക, രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സുതാര്യമാക്കുക, ഭരണരംഗം സുതാര്യമാക്കുക, ജനങ്ങളിൽ അഴിമതിക്കെതിരെ ബോധവൽക്കരണം നടത്തുക. അപ്പോൾ എന്തൊക്കെ പഠിച്ചത്? അഴിമതി തടയാനുള്ള മാർഗങ്ങളാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ആണ് ഇലക്ട്രൽ ബോണ്ട് കേട്ടോ. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയാം. വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചത് 2017-18 കേന്ദ്ര ബജറ്റിലൂടെയാണ്. ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ച വർഷം തന്നെ 2017-18 കേന്ദ്ര ബജറ്റിലൂടെയാണ്. ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സ്വരൂപിക്കാവുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടികൾക്കും തൊട്ടു മുമ്പത്തുള്ള
സംസ്ഥാന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പോൾ ചെയ്ത ആകെ വോട്ടിൻ്റെ 1% കുറയാതെ വോട്ട് നേടിയ പാർട്ടികൾക്കും. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സ്വരൂപിക്കാവുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടികൾക്കും തൊട്ട് മുമ്പത്തെ സംസ്ഥാന അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പോൾ ചെയ്ത ആകെ വോട്ടിൻ്റെ 1% കുറയാതെ വോട്ട് ചെയ്ത പാർട്ടികൾക്കും 1000 മുതൽ 1 കോടി രൂപ വരെ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ അവർക്ക് ഇഷ്ടമുള്ള തുകക്ക് SBI വഴി ബോണ്ട് വാങ്ങാം. സംഭാവന എന്ന വിഭാഗത്തിൽ വരുന്നതിനാൽ ഈ തുകക്ക് നികുതി ഇളവ് ലഭിക്കും. ദാതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ബോണ്ടുകൾ രാഷ്ട്രീയ കക്ഷികൾ 15 ദിവസത്തിനകം പണമാക്കി മാറ്റണം. ബോണ്ടുകളുടെ സുതാര്യതയും നിയമസാധുതയും പരിശോധിച്ച് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയ വർഷമാണ് 2024 ഫെബ്രുവരി 15. 2024 ഇത് PYQ ചോദിച്ചിട്ടുണ്ട്. 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയത്. 2024 ഫെബ്രുവരി 15. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചത് 2017-18 കേന്ദ്ര ബജറ്റിലാണ്. ഇത് റദ്ദാക്കിയത് സുപ്രീം കോടതി റദ്ദാക്കിയത് ഫെബ്രുവരി 15, 2024 ഫെബ്രുവരി 15. ഇലക്ട്രൽ ബോണ്ട് മൗലികാവകാശത്തിന് വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഓക്കെ, നെക്സ്റ്റ് ആണ് രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. ജനാധിപത്യം നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽവൽക്കരണം. രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളോ പ്രവർത്തകരോ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോ ക്രിമിനൽ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ പ്രവണതയാണ് രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽവൽക്കരണം. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽവൽക്കരണമാണ്. ജനങ്ങളെ ഭയപ്പെടുത്തി ഏതെങ്കിലും പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അതിനുള്ള സാഹചര്യമൊരുക്കുകയോ ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ മൂല്യച്യുതിക്ക് കാരണമാകുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലെത്തുന്നതും ഭരണാധികാരികളാകുന്നതും പൗരർക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽവൽക്കരണം ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ മാർഗങ്ങളാണ് ക്രിമിനൽ കുറ്റങ്ങളിൽ വിചാരണ നേരിടുന്നവരെ പോലും ശിക്ഷിക്കപ്പെട്ടവരെയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ, ശക്തമായ നിയമ സംവിധാനങ്ങൾ, രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽവൽക്കരണത്തിനെതിരെയുള്ള ബോധവൽക്കരണം. ഓക്കെ, നെക്സ്റ്റ് ആണ് കൂറുമാറ്റം അല്ലെങ്കിൽ ഡിഫെക്ഷൻ. 1967 തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ട മറ്റൊരു പ്രവണതയായിരുന്നു കൂറുമാറ്റം. 1967 തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ട മറ്റൊരു പ്രവണതയായിരുന്നു കൂറുമാറ്റം. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷനിൽ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്വന്തം പാർട്ടിയെ ഉപേക്ഷിക്കുകയോ മറ്റൊരു പാർട്ടിയെ ചേരുകയോ ചെയ്യുന്നതിനെ പറയുന്നതാണ് കൂറുമാറ്റം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർ ജനപ്രതിനിധികൾ അർപ്പിച്ച വിശ്വാസത്തെ വഞ്ചിക്കുന്ന സാഹചര്യമാണ് കൂറുമാറ്റത്തിലൂടെ ഉണ്ടാകുന്നത്. കൂറുമാറ്റം പലപ്പോഴും ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുകയും ജനാധിപത്യത്തിന് വെല്ലുവിളിയായി ഉയർത്തുകയും ചെയ്യുന്നു. കൂറുമാറ്റം തടയുന്നതിനായിട്ട് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് കൂറുമാറ്റ നിരോധന നിയമം 1985. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്. കൂറുമാറ്റ നിരോധന നിയമം വർഷത്തിലാണ് 1985. കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി, ഇതും PYQ ആണ്. 52ാം ഭരണഘടനാ ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭേദഗതി. വർഷം 1985. ഭേദഗതി 52ാം ഭരണഘടനാ ഭേദഗതിയാണ്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അംഗങ്ങളുടെ കൂറുമാറ്റം തടയാൻ വ്യത്യസ്ത തന്ത്രങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഒരു പാർട്ടിയുടെ വിശ്വസ്തത അംഗത്തിൻ്റെ നേതൃത്വത്തിൽ റിസോർട്ട് രാഷ്ട്രീയം എന്താണെന്ന് പറയുന്നത്, ഒരു പാർട്ടിയുടെ വിശ്വസ്ത അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക വേദിയിൽ അംഗങ്ങൾ ഒത്തുകൂടി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം തടയുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിനെ അറിയപ്പെടുന്നതാണ് റിസോർട്ട് രാഷ്ട്രീയം. നമ്മൾ എപ്പോഴും കാണാറില്ലേ, കേട്ടിട്ടില്ലേ പത്രത്തിലൊക്കെ? ഒരു പാർട്ടിയുടെ വിശ്വസ്ത അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക വേദിയിൽ അംഗങ്ങൾ ഒത്തുകൂടി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം തടയുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് അറിയപ്പെടുന്നതാണ് റിസോർട്ട് രാഷ്ട്രീയം. 1982 ഹരിയാനയിലാണ് റിസോർട്ട് രാഷ്ട്രീയത്തിന് ചരിത്രം ആരംഭിക്കുന്നത്. റിസോർട്ട് രാഷ്ട്രീയത്തിൻ്റെ പ്രവണത ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കർണാടക, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, തമിഴ്നാട്. അപ്പോൾ 1982 ഹരിയാനയിലാണ് റിസോർട്ട് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. റിസോർട്ട് രാഷ്ട്രീയത്തിൻ്റെ പ്രവണത ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കർണാടക, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര ആൻഡ് ഉത്തരാഖണ്ഡ് ആൻഡ് തമിഴ്നാട്.
സ്വാതന്ത്ര്യാനന്തരം രാജ്യം നേരിട്ട നിരവധി പ്രതിസന്ധികളെ ജനാധിപത്യ മാർഗത്തിലൂടെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അതിജീവന ശേഷിയെ പ്രകടമാക്കുന്നു. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സജീവ ഭരണഘടനയാണ് നമുക്കുള്ളത്. ഭരണഘടനാ മൂല്യങ്ങളോടുള്ള ആദരവും വിധേയത്വവുമാണ് നമ്മുടെ ജനാധിപത്യത്തെ അർത്ഥസമ്പുഷ്ടമാക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേറെ സെക്ഷനായിട്ട് ചെയ്യാം. താങ്ക്